ഇവനെ ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറേ ദിവസങ്ങളായി ആരും കഴിക്കത്തില്ല. മധുരം ഇല്ലാത്തതുകൊണ്ട് ആരും തൊട്ടുപോലും നോക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഇവനെ വെച്ചിട്ട് വലിയ കാര്യമില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്നും പറഞ്ഞ് നോക്കിയപ്പോഴാണ് ചിക്കൻ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ചൊന്ന് എടുക്കുന്നുണ്ട് ആദ്യം തന്നെ. പിന്നെ ഒരു 3 മുട്ട എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ നമ്മളൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കനകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ, വിനാഗിരി, ഒരു മുട്ട, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്തിരി വെള്ളം അതിനകത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നത്. ഇല്ലെങ്കിൽ കുറച്ച് നല്ല കട്ടിക്ക് ഇരുന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എത്ര നേരം വേണമെങ്കിലും ഇരുന്നാൽ അതനുസരിച്ച് ടേസ്റ്റ് കൂടുതലാണ്. ഞാനൊരു 10-20 മിനിറ്റ് മാത്രമേ വെച്ചുള്ളൂ, എനിക്ക് അധികം ക്ഷമയില്ലാത്തതുകൊണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ബാക്കിയുള്ളതായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാവൂ. ഇനി മസാല പുരട്ടി വെച്ചേക്കുന്ന ചിക്കനും കൂടെ എടുക്കുക. ഒന്നും കൂടെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്ന് മുക്കി, പിന്നെ ആ കോൺഫ്ലെക്സിലും കൂടെ ഒന്ന് മുക്കിയതിന് ശേഷം ചൂട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് പൊള്ളിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. സംഭവം കിടു ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല കെറുമുറാന്ന് ഇരിക്കും തിന്നുമ്പോൾ. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചിക്കനൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടൊമാറ്റോ സോസോ ഇല്ലെങ്കിൽ മയോണൈസൊക്കെ ഉണ്ടെങ്കിൽ അത് ഡിപ്പ് ചെയ്ത് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. ഞാനിതൊന്നും ഇല്ലാതെയാണ് കഴിച്ചത്, പക്ഷേ സംഭവം കിടുവായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ